ബീഹാർ ഇലക്ഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 മാസത്തിൽ താഴെ സമയമേ ഉള്ളൂ. അവിടെ വലിയ വിവാദങ്ങൾ തുടക്കം കുറിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഈ പറയുന്ന വോട്ട് ചോരി എന്ന് പറയുന്ന വിവാദത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ വോട്ടധികാർ യാത്ര എന്ന് പറഞ്ഞൊരു യാത്രയും നടത്തുന്നുണ്ട്. വളരെ പ്രഹസനമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബീഹാറിൽ നടക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് കടന്നുകൂടിയവരിൽ ബംഗ്ലാദേശുകാർ, പാകിസ്ഥാനികൾ, അഫ്ഗാനിസ്ഥാനികൾ അടക്കം നേപ്പാളികൾ വരെയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും അതിശയിപ്പിക്കുന്ന വസ്തു. അതിശയിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാറിന് ഞാൻ നേരെ സംസാരിച്ചതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവർ വരെ ഇവിടെ വന്നിരിക്കുന്നു. സാർ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യം. എങ്ങനെ എത്തി എന്നുള്ളതിനെ പറ്റി ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ പോലും വളരെ ദുർഘടമാണ് നടന്നു നുഴഞ്ഞു കയറിയൊക്കെ എത്താനായിട്ട്. അവർ പോലും ഈ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ഇടം പിടിച്ചിരിക്കുന്നു. NPR പരിഗണിക്കരുത്, ആധാർ ലിങ്ക് ചെയ്യിക്കരുത്. ഇതെല്ലാം പറയുമ്പോൾ എങ്ങനെയാണ് ഒരു മാനിപ്പുലേഷൻ ഇല്ലാത്ത ഒരു ഇലക്ഷൻ സാധ്യമാവുക? ഇതിപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ബീഹാറിന് പുറത്തുനിന്ന് കാണുന്നൊരു ചിത്രമാണ് നമുക്കൊക്കെ ഉള്ളത് സാധനം. പിന്നീട് ഇപ്പോൾ ഉള്ളൊരു സാധാരണ ഒരു ഇന്ത്യൻ വോട്ടർ എന്ന നിലയിൽ ഇപ്പം വലിയൊരു കൺഫ്യൂഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. കാര്യം നമ്മളുടെ എന്തൊക്കെ തന്നെയായിരുന്നെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്നൊരു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഒരു വിശ്വാസ്യത വളരെ വലുതായിരുന്നു. ഇന്ത്യൻ ഡെമോക്രസിയുടെ ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും പറയുന്ന സംഗതി അതാണ്. അപ്പോൾ ഇന്ത്യൻ ഡെമോക്രസിയുടെ ഇത്രയും വലിയ രാജ്യത്ത് വളരെ ഭദ്രമായിട്ട് ഇലക്ഷൻ നടത്തി ഒരു തുള്ളി ചോര പോലും വീഴാതെ ഭരണമാറ്റം നടത്തുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴും നമ്മളുള്ളത്. അപ്പോൾ ആ നിലയിൽ ഇപ്പോഴും അത് വളരെ ഗ്രേറ്റ് തന്നെയാണ്, സംശയമില്ല കാര്യത്തിനകത്ത്. പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന ഇപ്പം ഈ രാഹുൽ ഗാന്ധി ഇപ്പം ഈ വോട്ടർ പട്ടികയിൽ ഈ കൃത്രിമം കാട്ടി എന്നുള്ള സാധനം വിശേഷിച്ചും ഈ ബാംഗ്ലൂരിലെ ആ ഒരു മണ്ഡലത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചെയ്ത സംഭവത്തോടു കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെയും യഥാർത്ഥത്തിൽ ഒരു വ്യക്തമായ ഒരു പിക്ചർ പുറത്തേക്ക് വിടാൻ കഴിയുന്നില്ല. അതൊരു വലിയൊരു പാളിച്ചയാണ്. 2, ഇപ്പം നമ്മൾ കാണുന്ന സാധനങ്ങൾ മുഴുവൻ ഈ ബീഹാർ ഇലക്ഷനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. അപ്പോൾ വോട്ടധികാർ യാത്ര എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആ പ്രശ്നം, ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ മഹാരാഷ്ട്രയിൽ നടന്നതും ഈ പറഞ്ഞ തിരുമറിയിലൂടെ നടന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പുകമറ ഇപ്പോൾ ആൾറെഡി ഇതിനകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ശേഷം ഇപ്പം ബീഹാറിലെയും നമ്മൾ ബീഹാറിലെ മാത്രമല്ല ബംഗാളിലെയും ഒക്കെ ഉള്ളൊരു വലിയ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും മറ്റ് ഇപ്പം എന്തിനാ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. കേരളത്തിൽ ഈ കഴിഞ്ഞ ഈ മാസമാണോ കഴിഞ്ഞ മാസമാണോ എന്നറിയില്ല, പത്തനാപുരത്ത് നിന്ന് ഒരു ബംഗ്ലാദേശിൽ പിടിച്ചിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ പെരുമ്പാവൂരൊക്കെ ഇഷ്ടം പോലെ ബംഗ്ലാദേശികളുണ്ട്. ദിവസവും വാർത്തയുണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലീസുകാർക്ക് പോലും അറിയാവുന്ന സംഗതിയാണ്. ഇവിടെ ധാരാളം ബംഗ്ലാദേശികളോട് വർക്ക് ചെയ്യുന്നുണ്ട്. പെരുമ്പാവൂരുള്ള ആൾക്കാർക്കെല്ലാം അറിയാം ഈ ബംഗ്ലാദേശികളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നുള്ള സാധനം. എന്നിട്ട് നമുക്ക് അവരെ പ്രോപ്പറായിട്ട് പിടിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഒരുപെടുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ബീഹാർ, ബംഗാൾ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഈ നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ ഈ നമ്മളുടെ ബോർഡർ കടന്ന് വരാവുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം ബംഗാളും നേപ്പാളും തമ്മിലുള്ള സാമീപ്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവിടെ ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഈ പല നേപ്പാൾക്കാരും ഇവിടെയും പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പോലും എത്ര പേർക്ക് ആധികാരികമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ രേഖകളുണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ല സാർ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബീഹാറിലെ സ്ഥിതി കാണുന്നത് സാർ. ഇപ്പോൾ ബീഹാറിൽ ഇപ്പോൾ പറയുന്നത് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR നടത്തിയത് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ വോട്ടർമാർ അല്ലെങ്കിൽ വിദേശികളായ വോട്ടർമാർ ഈ വോട്ടർ പട്ടികയിൽ ചേർന്നു എന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷമാണ് അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രക്രിയ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നത് 1,92,000 ശിഷ്ടം അപേക്ഷകൾ ഒന്നുകിൽ ഇലക്ഷൻ കമ്മീഷനിലെ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി കിട്ടിയിരിക്കുന്നു. അതിനകത്ത് 25,000-ഓളം പേരുടെ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ പിന്നെ ബീഹാറിൽ ഇപ്പം പുറത്തുവിട്ടിരിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ബംഗ്ലാദേശികൾ, നേപ്പാളികൾ, മ്യാൻമാറുകാർ, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവർ വരെ ഉണ്ടോ ഉള്ളതാണ് പറയുന്നത് സാർ. അപ്പോൾ ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇപ്പം പശ്ചിമ ബംഗാളിലെയും ഇഷ്യൂ ഇത് തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ശതമാനം ആൾക്കാർ ഈ പറഞ്ഞതുപോലെ ഈ മറ്റ് ദേശത്ത് നിന്ന് വന്ന ആൾക്കാരാണ്. ഇതൊരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയും അതേ സമയത്ത് ഇതേ വിഷയം തന്നെ ഇപ്പം പ്രചാരണ ആയുധമായി മാറുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഇപ്പോൾ സാധാരണ നമ്മൾ ബീഹാറിലെ ഇലക്ഷൻ്റെ ഇഷ്യൂ മാത്രമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റത്തില്ല. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ BJPക്കും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക്
അത് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിനെ ഓവർകം ചെയ്യുന്നൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിനെ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി പുറത്തേക്ക് വിട്ട രേഖകൾ പിന്നെ ആധികാരികമായിട്ട് ശരിയല്ല എന്ന് സ്ഥാപിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ ഇത് ആധികാരികമല്ലാത്തതാണ് നടത്തുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചെയ്യുന്നത് വാസ്തവത്തിൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിനോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക അപരാധം കൂടിയായി മാറും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ഈ ബീഹാറിന് പുറത്തുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ, ഇപ്പോൾ നമുക്ക് പോലും സംശയമായി. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ വോട്ടർമാരല്ലാത്തവരൊക്കെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പാർട്ടികളുമൊക്കെ തങ്ങളുടെ താല്പര്യപ്രകാരം ചേർക്കാറുണ്ട്. കേരളത്തിലൊക്കെ നടക്കുന്നൊരു സാധനം. കേരളത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ CPM-ൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇത് ഗംഭീരമായിട്ട് നടക്കുന്നൊരു സാധനം. പിന്നെ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക് ആർക്കും ഈ പറഞ്ഞ ഇതിനകത്ത് അവർക്ക് ഈ അധികാരം എങ്ങനെയെങ്കിലും പിടിക്കണമെന്നുള്ളത് മാത്രമേ ബൂത്ത് ലെവലിൽ ആളില്ല അവർക്ക് മനസ്സിലായില്ലോ. അവർക്ക് പോകാൻ മടിയാണ്. അത് അവരുടെ ഒരു സംഘടനാ രീതിയിലെ സ്വഭാവം കൊണ്ടാണ്, ആ ഒരു അലസത കൊണ്ടാണ് കോൺഗ്രസ്സുകാർ ചേർക്കാതിരിക്കുന്ന സാധനം. ബാക്കിയുള്ള ഇപ്പോൾ BJP ഈ പറഞ്ഞ പോലെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ BJP-യും CPM എന്നൊക്കെ പറഞ്ഞാൽ വളരെ ജാഗ്രതയോടുകൂടി ഇതിനെയൊക്കെ കാണുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇതൊരു പരിധിവരെയൊക്കെ എല്ലാ ഭാഗങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു വ്യാപകമായ തോതിൽ ഒരു ഇലക്ഷനെ മാറ്റിമറിക്കത്തക്ക രീതിയിൽ, ഒരു രാജ്യത്തിൻ്റെ ഇലക്ഷനെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഇലക്ഷനെ മൊത്തം മാറ്റിമറിക്കത്തക്ക രീതിയിൽ ഈ രീതിയിൽ കൊണ്ടുവന്നു എന്നുള്ളൊരു ആരോപണവും ഒരു ആക്ഷേപമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതും. ആ ഒരു ഒറ്റ കേന്ദ്ര ബിന്ദുവിൽ പിന്നെ നിലനിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വോട്ടധികാര യാത്ര നടത്തുന്നതും ഈ പറഞ്ഞതുപോലെ പ്രചാരണം നടത്തുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്ന സാധനം. അപ്പോൾ ഇതിനെ എങ്ങനെ ഇപ്പം കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല. കാര്യം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇനി വരാൻ പോകുന്ന നാളുകളിലെ പിന്നെ ഇത് എന്താ പറയുക ചിത്രം നമുക്ക് വ്യക്തമാകുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു രേഖകൾ, അതായത് ഈ കുടിയേറ്റക്കാരുടെ വിവരങ്ങൾ ചേർത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരുടെ പേരുകൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്കിത് സ്ഥിരീകരിക്കാനും അതല്ലെങ്കിൽ എങ്ങനെ ഇതിനെ രാഹുൽ ഗാന്ധിയും അല്ലെ കോൺഗ്രസും നേരിടുന്നു എന്നുള്ളതൊക്കെ അനുസരിച്ച് വരുന്ന ആളുകൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നവീകരണമായിരുന്നു ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ പദ്ധതിയിട്ടത്. അതിനെ കോടതി തന്നെ തടയുകയുണ്ടായി, വലിയ ആക്ഷേപമൊക്കെ ഉന്നയിക്കുകയും ചെയ്തു. ശരിക്കും നമ്മളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സിറ്റിസൺസിന് മാത്രം അല്ലെങ്കിൽ പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ. അതിലേക്ക് ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അതുപയോഗിച്ച് ഈ പറയുന്ന നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഉപയോഗിച്ച് പുറത്താക്കേണ്ടതുമല്ലേ. അല്ല, അവിടെയാണ് പ്രശ്നം. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഇതുവരും പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ അത് അറ്റകുറ്റം ചെയ്ത് ഇപ്പം ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രമാണെങ്കിൽ അതിന് രാഷ്ട്രത്തിന് അതിൻ്റെ സിറ്റിസൺസിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതൊരു ആവശ്യമാണ്. ഇപ്പം നമ്മുടെ ഇപ്പം കേരളത്തിൽ പോലും അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ പോലും ആ പഞ്ചായത്തിലുള്ള ആൾക്കാരുടെ കൃത്യമായ വിവരങ്ങളും മറ്റിപ്പം വില്ലേജ് ഓഫീസിൽ പോയി നമ്മളൊരു പിന്നെ വരുമാന സർട്ടിഫിക്കറ്റോ ജാതി സർട്ടിഫിക്കറ്റോ ഒക്കെ വാങ്ങിക്കാനായിട്ട് വില്ലേജ് ഓഫീസിലല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം ഒരു രജിസ്റ്റർ ഒരു പരിഷ്കൃത രാജ്യത്തിൻ്റെ ഏറ്റവും ആവശ്യമായ ഘടകമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്കിപ്പോഴും അതിൻ്റെ ഒരു രൂപമായിട്ടില്ല. അതിൻ്റെ അഭാവമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാഷണൽ സിറ്റിസൺഷിപ്പിൻ്റെ അല്ലെങ്കിൽ ആ രജിസ്റ്ററിൻ്റെ ഒരു അഭാവമാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന സാധനം. നമുക്കൊരു ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അത് പക്ഷേ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് മറ്റു പല വിഷയങ്ങളിലേക്ക് അത് പൊളിറ്റിക്കലായിട്ട് മാറുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.